അനിയേട്ടാ, എവിടെന്ന് എണ്ണീറ്റന്ന്? എണ്ണീക്ക് പോണ്ടേ ഇന്നലെ പറഞ്ഞത്? മറന്നോ? പൂ പറിക്കാൻ പോണ്ടേ? എണ്ണീക്ക് സമയമായില്ല, കുട്ടികളൊക്കെ വന്ന് പറിച്ചിട്ട് പോകും. 7:30. ന്യൂ ഇയർ ആണല്ലേ? ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. ന്യൂ ഇയർ പറഞ്ഞ നമ്മുടെ നാട്ടിലെ വിഷു പോലെ അല്ലേ? ഉഗാദി. ഹാപ്പി ഉഗാദി. ഇത് വേപ്പൻ പൂവ്. ഇത് ചെറിയൊരു പണിയുണ്ടെന്ന്. ഈ പൂവ് എന്തിനാണുള്ളതല്ലേ, അതിപ്പോ പറയാം കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ടു ആൽഡൻ റോക്സ്. ഇന്ന് തെലുങ്ക് ന്യൂ ഇയർ ആണ്. തെലുങ്ക് വർഷാരംഭമാണ്. ഉഗാദി എന്ന് പറയും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക ഇവിടെ എല്ലാം ആഘോഷിക്കുന്നതാണ് ഉഗാദി ഫെസ്റ്റിവൽ. നമ്മളിന്ന് ചെറിയൊരു ഉഗാദി വീഡിയോ ആണ്. നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന ഉഗാദി പച്ചടി. അപ്പൊ അതിനുള്ള കുറച്ച് ഐറ്റംസ് ആണ്. അപ്പൊ നമ്മളിന്ന് തെലുങ്ക് ദിവസം ആയതുകൊണ്ട് ഉഗാദി പച്ചടിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീഡിയോ. ഓക്കെ, അതിനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണിത്. നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. ഉഗാദി പച്ചടിക്കുള്ള രുചിക്കൂട്ടുള്ളതാണിത്. ശർക്കര, വേപ്പിൻ പൂവ്, പുളി, മാങ്ങ, കുരുമുളക്, ഉപ്പ്. ഓക്കെ, ആദ്യത്തേത് പുളി. പുളി എന്താന്ന് വെച്ചാൽ അറിയാലോ, പുളി രുചി. ഇത് ഓരോ രുചിയും ഓരോ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പുളി രുചി, ഇത് അരോചകത. അപ്പൊ ജീവിതത്തിലുള്ള കഷ്ടനഷ്ട ദുഃഖങ്ങളെല്ലാം കൂടെ സൂചിപ്പിച്ച് റെപ്രസെന്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു പച്ചടിയാണ് അവരുടേത്. അപ്പൊ പുളി അരോചകത. അടുത്തത് ശർക്കര. ശർക്കര അറിയാലോ, മധുര രുചിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് സന്തോഷം, ജീവിതത്തിലെ സന്തോഷം. പിന്നെ അടുത്ത പച്ചമാങ്ങ. പച്ചമാങ്ങ രേതസ് രുചി എന്നാ പറയുന്നത്, അതായത് ആശ്ചര്യം. അടുത്തത് കുരുമുളക് എരിവും ചൂടുള്ളതുമായ രുചിയാണല്ലോ കുരുമുളക്. ഇത് നമ്മുടെ കോപത്തെ സൂചിപ്പിക്കുന്നു. അടുത്തത് വേപ്പിൻ പൂവ്. അറിയാലോ വേപ്പിൻ പൂവിന്റെ രുചി എന്താന്നുള്ളത്, കയ്പ്. അപ്പൊ കയ്പേറെ രുചി, അത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തെ സൂചിപ്പിക്കുന്നു. അവസാനത്തത് ഉപ്പ് രുചി തന്നെയാണ്, അത് ഭയത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ 6 രുചിക്കൂട്ടുകൾ ചേർത്താണ് നമ്മളൊന്ന് ഉഗാദി പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. പുളി, ശർക്കര, പച്ചമാങ്ങ, കുരുമുളക്, ഉപ്പ്, വേപ്പിൻ പൂവ്. ഓക്കെയാ? പച്ചടിക്കൂട്ടിലോട്ട് കിടന്നാലോ, ഉണ്ടാക്കാൻ തുടങ്ങാം. പുളിയെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. കുതിർത്തതാണ്. ഇതൊന്ന് പിഴിഞ്ഞെടുക്കുന്നു. അറിയില്ല, ഇത് വെള്ളത്തിലിട്ട് വെച്ചില്ലായിരുന്നെങ്കിൽ കുതിർന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് പുളി ഒരു 10 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കാൻ കിട്ടില്ല. അപ്പൊ പുളിയുടെ നീരെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടാണ് നമ്മളിന് മറ്റു സാധനങ്ങളെല്ലാം ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ശർക്കര ഒന്ന് ചീവി എടുക്കാം, അല്ലെങ്കിൽ ഇത് ഒന്ന് അലിഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും. ഇത് നമ്മൾ അന്നത്തെ വീഡിയോയിൽ കാണിച്ചത്, അതുപോലെ ഒരു ശിവരാത്രി ഫെസ്റ്റിവലിന് പോയപ്പോൾ വാങ്ങിയ ശർക്കര. അത് വലിയ അച്ചായിട്ട് കിട്ടിയിരിക്കുന്നത്. ശർക്കര ഇത് അത്ര മതിയാവും തോന്നുന്നു, അധികം മധുരം വേണ്ട. അതെ, ശർക്കര ഇട്ട് നമുക്ക് അലിയിച്ചെടുക്കാം. എല്ലാം നല്ലോണം കഴുകിയിട്ടുണ്ട്. ചീകി വെച്ച് ശർക്കര എടുത്ത് നല്ലോണം അലിയിച്ച് മിക്സ് ചെയ്തെടുത്തു. അപ്പൊ മക്കൾക്കെല്ലാം ഭയങ്കര ആശ്ചര്യമായി വീട്ടിലുണ്ടാക്കാൻ പോകുന്നു പറഞ്ഞപ്പോ. കാരണം ഇന്നലെ സ്കൂളിൽ അത് ഉണ്ടാക്കി കുട്ടികൾക്കെല്ലാം കൊടുത്തിരുന്നു. അപ്പൊ വീട്ടിലും കൂടെ ഞാൻ ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോ അവർക്ക് ഒരു ആശ്ചര്യമായി. അവര് നോക്കാൻ വന്നതാ. നമ്മുടെ നാട്ടിലായിരുന്നു നമ്മള് ഏപ്രിൽ മാസത്തിലെ വിഷു ആഘോഷില്ലേ, അതുപോലെയുള്ളവരുടെ ആഘോഷമാണ്. നമ്മുടെ നാട്ടിൽ പോലെ വെടിക്കെട്ടും മറ്റു കാര്യങ്ങളൊന്നുമില്ല. വെടിക്കെട്ട് മീൻസ് നമ്മുടെ ഫയർ വർക്കൊന്നുമില്ല. ഇവര് ഈ പച്ചടിയും മറ്റും വീട് നല്ലോണം അലങ്കരിച്ച് ആഘോഷിക്കുന്നേ ഉള്ളൂ. പച്ചടിയിലിട്ട കഴിക്കില്ലേ? നല്ല സ്കൂളിൽ നിന്ന് കഴിച്ചല്ലേ? സൂപ്പർ ആയിരുന്നില്ലേ? കഴിക്കണം കേട്ടോ. എന്തൊക്കെയോ പ്രത്യേകതകൾ നിറഞ്ഞ വന്ന മാങ്ങ അതെല്ലാം കൂടെ ചേർത്തുള്ള മിക്സ്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള രസം കുടിക്കണം കേട്ടോ.
ഇത്ര മതിയാന്ന് വിചാരിക്കുന്നു മാങ്ങോ. മുഴുവൻ എടുക്കണോ? വേണ്ട, വേണമെങ്കിൽ കറക്കിടാം. നമുക്ക് മാംഗോ ഇതിലിട്ട് പാങ്ങല്ല പച്ചമാങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്താ കുരുമുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് ചേർത്ത് കൊടുക്കുവാണ്. ദേഷ്യത്തിന്റെ സിമ്പിളാണെന്നല്ലേ പറഞ്ഞേ. കിടക്കട്ടെ, നല്ലവണ്ണം ദേഷ്യം ഇരിക്കട്ടെ. മക്കള് പറഞ്ഞാൽ കേൾക്കില്ല, കുറച്ച് അനുസരണ കുറവുണ്ട്. നല്ല അടി തരും, ഇത് കുടിച്ചിട്ട് നല്ല അടി തരും. കുരുമുളക് കിട്ടുന്ന നല്ല ദേഷ്യം വരുന്ന പറയണ. കുടിച്ചിട്ട് അടി കിട്ടും കേട്ടോ. വേണോ? അടി വേണോ? പറഞ്ഞനുസരിക്കില്ലേ? ആ, ഇല്ലെങ്കിൽ ഞാൻ യുഗാദി പച്ചടി മൊത്തം ഒറ്റയ്ക്ക് കുടിച്ചിട്ട് രണ്ടാളെ നാലിലെ എടുത്തിട്ട് നല്ല അടി തരും. പട്ട അടി തരും. കുരുമുളക് കിട്ടും നല്ല ദേഷ്യം വരുന്ന പറയണ. പറഞ്ഞനുസരിക്കില്ലേ? ആ, ഗുഡ് ബോയ്. അടുത്തത് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ജീവിതത്തിലെ ഭയമേറിയ അനുഭവം എന്ന് പറഞ്ഞ ഭയം, ജീവിതത്തിലെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉപ്പ് ചേർത്ത അവസാനം. ഇനി അടുത്ത് വേപ്പിന്റെ പൂ ഒരെണ്ണം ബാക്കി വെച്ചിട്ടുണ്ട്, അന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അതോടെ ഒന്ന് നുള്ളിയിടാം. അപ്പൊ അതെ, അവസാനം വേപ്പിന്റെ പൂവ്. കയ്പനുഭവം, നമുക്ക് ജീവിതത്തിൽ കയ്പ് അധികം വേണ്ട, അതുകൊണ്ട് അവസാനം കയ്പനുഭവം ഇരിക്കട്ടെ, അതുകൊണ്ട് വേപ്പിന്റെ പൂവ് അവസാനം ഇടുന്നു. കഴുകി വെച്ചാണ് ഓരോന്നായിട്ട് നുള്ളി ഇടുന്നത്. കുറച്ച് വലിയ തണ്ടോട് ഇവിടെ ഇടുന്നത്, കാരണം ഇനി മക്കൾ കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ. അതുകൊണ്ട് കുറച്ച് വലുതാക്കി ഇടുന്നു, അവർക്ക് എടുത്തു കളയാൻ ഈസി ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ ഉഗാദി പച്ചടി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഉഗാദി പച്ചടി റെഡി. പിന്നെ 6 ഇൻഗ്രീഡിയൻസ്, ജീവിതത്തിന്റെ പല അവസ്ഥകള്, കഷ്ട നഷ്ട ദുഃഖ സന്തോഷം എല്ലാം നിറഞ്ഞ 6 ജീവിതത്തിന്റെ അനുഭവങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സിമ്പലാണ് ഈ ഉഗാദി പച്ചടി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഉഗാദി പച്ചടി കഴിക്കാൻ പോവാണ്. രസം കേട്ടോ, അത് കുറച്ച് കുടിച്ചാൽ മതി കേട്ടോ. മുഴുവൻ വേണോ? അത് കുറച്ച് കുടിക്കുമോ? കുറച്ച് മതി. ടേസ്റ്റ് നിനക്ക് അറിയില്ലല്ലോ, കുറച്ച് മതി കേട്ടോ. കുഞ്ഞിതിൽ കുടിച്ചാൽ മതി കേട്ടോ. കളിപ്പിന്നെ വേണ്ട, ഗ്ലാസ് താഴെ വേണം, പൊട്ടിപ്പോവും. അത് കുടിക്കേണ്ടത് കുടിച്ചാൽ മതി. നീ ഇത് കുടിച്ചാൽ മതി. അത് വേണോ? പൊട്ടിക്കോ നീയേ. ഇതേ നമ്മുടെ ഉഗാദി പച്ചടി കുടിക്കല കുട്ടി, നല്ലതാ, കുടിച്ചോ. എങ്ങനെയുണ്ട്? സൂപ്പറാ? പറയേ, ആണോ? നമ്മുടെ ഉഗാദി പച്ചടി റെഡിയെ കുടിക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി സ്കൂളിൽ നിന്ന് എല്ലാവരും ഉണ്ടാക്കി തന്ന് കുടിച്ചു. നമ്മളൊന്ന് വീട്ടിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാന്ന് വെച്ചു. കാരണം എല്ലാവരും ഇന്ന് വീട്ടിൽ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മളൊന്നും ഉണ്ടാക്കി, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മളും അവരുടെ ആഘോഷത്തിൽ പങ്കുചേർന്ന് നമ്മളൊന്നും ഉണ്ടാക്കിയതാ. ടേസ്റ്റ് അറിയാലോ, കുറ്റം പറയാനൊന്നുമില്ല, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ടേസ്റ്റാ. ഉപ്പ്, പുളി, കയ്പ്, മധുരം അതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ലതാ, ആരോഗ്യത്തിനും കൂടെ നല്ലതാന്ന് പറഞ്ഞു. അതുകൊണ്ടത് കുടിക്കുക. ഒരു ഗ്ലാസ്, വലിയൊരു ഗ്ലാസ് മുഴുവൻ നിറച്ച് കുടിക്കുക. കുടിച്ചോ? തട്ടി വിട്ടോ? കുഴപ്പമൊന്നുമില്ല, കുടിച്ചോ. അല്ല, അപ്പം ക്യാമറ വുമന്നെ വേണ്ടത് അതെ, ഇവിടെ കുറച്ചുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മുടെ ക്യാമറ വുമൺ ഉള്ളത്. കുടിച്ച കുറച്ച് മതി, ക്ഷീണമാവാം, അശോകന് ക്ഷീണമാവാം. ഇത് തീർന്നില്ല, ഇതിനോട് ഒരു ഫ്രൂട്ട് സലാഡ് കൂടെ ഉണ്ട്. ഇത് കുടിച്ചിട്ട് അത് കുടിക്കണം എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കുടിച്ച് ഒന്ന് ശരീരം ഒന്ന് ഫ്രഷ് ആക്കിയ ശേഷം നമുക്ക് ഫ്രൂട്ട് സലാഡിലോട്ട് കിടക്കാം. ഗ്രേപ്സ് എല്ലാം നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ചെറുതായി അരിഞ്ഞു കൊടുക്കാം.
നല്ലോണം കഴുകി വൃത്തിയാക്കിയ ഗ്രേപ്സ് ആണ്, സീഡ്ലെസ്. ഭാര്യ നല്ലവണ്ണം കുറ്റം പറഞ്ഞു. ഞാൻ ഏതൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, എന്താണെന്നുള്ളത് അറിയില്ല. ഞാൻ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ തനിയെ ഓക്കെ വരും. ശരിയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കൂടെ കഴിക്കാനായിട്ട് സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുരു എന്ന് പറഞ്ഞ് ചവച്ച് തുപ്പാനെല്ലാം ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള രീതിക്ക് നമ്മളാണെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ മക്കൾ കഴിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി തരുമല്ലോ. ഇതൊക്കെ സെലക്ട് ചെയ്തെടുത്തതാണ്. ആപ്പിള് മാതള നാരങ്ങ എല്ലാം ഓർമ്മയായിട്ട് കളർഫുള്ളായിട്ട് കിടക്കട്ടെ അതിനകത്ത്. ആരോഗ്യപ്രദമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈ സമയത്തൊക്കെ മക്കൾക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇപ്പോഴും കടവും കഷ്ടപ്പാടും കൊണ്ട് നല്ല രീതിക്ക് അവർക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഈ വീഡിയോയുടെ പേരിലെങ്കിലും വെള്ളം നല്ല കിട്ടിക്കോട്ടെ അവർക്ക്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ വീഡിയോസും കഷ്ടപ്പാടും ദുഃഖം എല്ലാം അവനെ ഏൽപ്പിക്കാൻ. കടബാധ്യതയിലെല്ലാം ഇവിടെ CID മൂസയിൽ പറയുന്നില്ലേ, അതുപോലെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ താക്കോൽ അവനെ ഏൽപ്പിക്കണം. പഴം നാട്ടിലില്ലാത്തതുകൊണ്ട് നാടൻ പഴമൊന്നും കിട്ടിയില്ല. ഇവിടെ മറ്റേ മോറിസാണ്, നമ്മുടെ നാട്ടിൽ പച്ച മോറിസാണ്, ഇവിടെ മഞ്ഞ കളറിലായിട്ട്. സൈസ് ഒന്ന് ക്ലിയർ ആകുമ്പോൾ നമ്മുടെ ക്യാമറാമാൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് 4 കീറിട്ടൊന്ന് സ്ലൈസ് ചെയ്യാൻ വെച്ചു. കയ്യെല്ലാം കഴിയിട്ടുണ്ട്, കുഴപ്പമില്ലാട്ടാ കഴിച്ചു. അതിനുവേണ്ടി കുറച്ച് പാല് തിളപ്പിക്കാൻ വെക്കണം. തിളച്ച പാലാണ് ഒഴിക്കുന്നത്. കസ്റ്റാർഡ് പൊടി അതിലോട്ട് ചേർക്കുവാണേ. നല്ലോണം ഇട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് അതിലോട്ട് ഒഴിക്കണം. കസ്റ്റാർഡ് പൊടി ഇതിപ്പോൾ കുറച്ചൊരു ഫ്ലേവറും കിട്ടും, പാൽ നല്ലൊരു കൊഴുപ്പും കിട്ടും. കേൾക്കാൻ ഇങ്ങനെ ആക്കുക. എത്ര സ്ഥലം കിടക്കുന്നു. നല്ലൊരു ഫ്ലേവറാണ്, പാലിനൊരു കുഴപ്പം കിട്ടും. കുറച്ച് പഞ്ചസാര, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഭാര്യ പറഞ്ഞ ഫ്രൂട്ട്സിലോട്ട് പഞ്ചസാര ഇട്ട് ഇളക്കാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മതിയാണ്, കാരണം അതിട്ട് ഇളക്കുമ്പോഴത്തേനും വീണ്ടും കൂടുതലൊന്ന് എന്താ പറയാ ഉടഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ ഇട്ട് ഇളക്കാന്നാണ് ഞാൻ പറയുന്നത്. കസ്റ്റാർഡ് കലക്കി വെച്ച് അതിലോട്ട് ഒഴിക്കുവാണ്. മിക്സഡ് ഫ്രൂട്ട്സിലോട്ട് കസ്റ്റാർഡ് കലക്കി ഒഴിച്ച പാൽ വെച്ചിട്ടുണ്ട്. അടുത്ത് പഞ്ചസാര ഇട്ട് ഇളക്കി വെച്ചിരുന്ന പാൽ ആഡ് ചെയ്യാൻ പോവാണേ. അവിടെ പഞ്ചസാര ഇട്ട പാൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളത് ഫ്രൂട്ട് സലാഡ് റെഡി. ഇനി സെർവ് ചെയ്ത് നോക്കാം, കുടിക്കാം, കുടിച്ചിട്ട് ടേസ്റ്റ് പറയാം. നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയായി.
ഉഗാദി ചട്നിക്ക് പുറമെ ഇത് കുടിക്കണം എന്നാ പറയുന്നത്. അപ്പോൾ സലാഡ് കൂടെ റെഡി. ഇതൊന്ന് കുടിച്ചിട്ട് ടേസ്റ്റ് പറയാം. ടേസ്റ്റ് ഒന്നും പറയാനില്ല, ഫ്രൂട്ട്സ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ കസ്റ്റാർഡ് കൂടെ ചേർത്ത് അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവറോടെ കാണും, നല്ല ടേസ്റ്റ് ആയിരിക്കും. മക്കൾക്ക് തന്നെ കൊടുക്കാം, അവരെന്താ അഭിപ്രായം പറയുന്നത് നോക്കാം. അപ്പോൾ അവരുടെ ബഹളം കാരണം അവരൊന്ന് മാറ്റി നിർത്തിയതാ. ഇനി അവരൊന്ന് വിളിച്ചിട്ട് അവർക്ക് കൊടുക്കാം. വിട്ടിസേ അപ്പൊ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ആദ്യം മക്കൾക്ക് തന്നെ കൊടുക്കുവാണ്. പിന്നെ കേട്ടോ, സൂപ്പറാണോ? ആണോ? സൂപ്പറാണോ? നല്ല സ്കൂളിൽ നിന്ന് ഉണ്ടാക്കി തന്ന പോലെ ഉണ്ടോ? വേണ്ട, നീ ആവശ്യമുള്ള കുടിക്കേ. നല്ലതാണോ? കൊള്ളാവോ? അടിപൊളിയാ? ബദാമാണോ? ബദാം മിൽക്ക് അല്ല, അത് വേറെ, ഇത് ഫ്ലേവർ തന്നെയാണ്. അത് വെറുതെ കൊണ്ട് ഉണ്ടാക്കുന്ന. ഒരു ദിവസം ഉണ്ടാക്കി തരാം കേട്ടോ. സൂപ്പറല്ലേ? ഒരു തരണോ? വെരി ഗുഡ് സാർ. കൊള്ളാവോ? ഇപ്പം മക്കളെ കുടിച്ചോ അഭിപ്രായം പറഞ്ഞ് കൊള്ളാമെന്നോ. ഞാനും കൂടെ കുടിക്കാൻ പോവാണേ. എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പോ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ ഭക്ഷണം. ചോറും കറിയെല്ലാം വെക്കാൻ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം. പിന്നെ ഫ്രൂട്ട്സ് കൂടെയാണ്. അപ്പോൾ ജോലി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനം കൊണ്ട് ജീവിക്കാമല്ലോ. കുടിക്കുവാണേ. കൊള്ളാം, നന്നായിട്ടുണ്ട്. മെയിൻ കസ്റ്റാർഡിന്റെ ഫ്ലേവറാ, അതാണ് എൻ്റെ ഹൈലൈറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.